ഹലോ ഗൈസ്, ഗുമസ്തൻ എന്ന സിനിമ ഇന്ന് കണ്ടു. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അമൽ കെ ജോബി. ഇതിൻ്റെ റൈറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് റിയാസ് ഇസ്മത്ത്. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് മലയാളികൾക്ക് ഒരുപാട് നല്ല സിനിമയ്ക്ക് ക്യാമറകൾ ചലിപ്പിച്ച എസ് കുമാറിൻ്റെ മകൻ കുഞ്ഞുണ്ണി എസ് കുമാർ. അതുപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അയൂബ് ഖാൻ. ഇതിൻ്റെ പ്രൊഡ്യൂസർ മുസാഫിർ. ഇത്രയധികം പേരുകൾ എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് ഇതിൻ്റെ നല്ല ഒരു ടീം വർക്ക് ആയതുകൊണ്ടാണ്. വളരെ നല്ല ഒരു ക്രൈം ത്രില്ലറാണ് ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ വളരെ മികച്ചതായി തോന്നി. അതുപോലെ സംവിധാനമാണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച ജോയ് എന്ന് പറയുന്ന നടൻ തന്നെയാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞു റോളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും ശക്തമായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അതിമനോഹരമായി തന്നെ ആ റോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പോലീസ് വേഷം ചെയ്ത ഷാജു വളരെ മനോഹരമായി തന്നെ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ള നമ്മുടെ വിപിൻ ജോർജ്, അതുപോലെ തന്നെ സ്മിനു സിജോ, അതുപോലെ തന്നെ അസീസിൻ്റെ കൂടെ അഭിനയിച്ച സുധീഷ് തിരുവമ്പാടി. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയാം. സുധീഷ് വളരെ ഗംഭീരമായിട്ടുണ്ട് പെർഫോമൻസ്. ഓവറോൾ ഈ ഒരു സിനിമ വളരെ മനോഹരമായൊരു ക്രൈം ത്രില്ലറാണ് എന്ന് തന്നെ പറയാം. ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പാട്ടുകളാണ്. പാട്ടുകൾ വേണ്ട രീതിയിൽ പ്രേക്ഷകനെ സ്വാധീനിക്കുന്നില്ല എന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചിലയിടങ്ങളിലെല്ലാം വലിയ ഒരു നിലവാരം പുലർത്താത്ത പോലെ ഫീൽ ചെയ്തു. എന്നാലും ശരി, ഓൾമോസ്റ്റ് ഈ ഒരു സിനിമ നല്ല ഒരു ക്രൈം ത്രില്ലർ എൻ്റർടൈനറായി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കഥാപാത്രം ചെയ്ത ജോയിനെ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് വിജയ് സേതുപതിയുടെ പോലെ തോന്നി. ഏതായാലും നല്ലൊരു സിനിമ, നല്ലൊരു തിരക്കഥ, നല്ലൊരു സംവിധാനം, നല്ല പ്രകടനങ്ങൾ, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു നല്ല സിനിമയായിട്ടാണ് ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും സിനിമ കാണാൻ പറ്റട്ടെ, എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.